നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിന് സംരക്ഷണ കവചമൊരുക്കി കോൺഗ്രസ്. പാർട്ടി കമ്മീഷൻ ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ റിപ്പോർട്ട് നൽകിയിട്ടും നേതൃത്വം നടപടിയെടുത്തില്ല. അതേസമയം ജോസിന് അവയവ മാഫിയയുമായും ബന്ധമുണ്ടെന്നും സൂചന. 2020 നെയ്യാറ്റിൻകര സ്വദേശിയായ യുവതിയുടെ ആത്മഹത്യയിൽ ജോസ് വഴി യുവതിക്ക് വൃക്ക വിറ്റെന്നും സൂചന. നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനു പിന്നാലെ DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെതിരെ കൂടുതൽ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. 2020 നെയ്യാറ്റിൻകര സ്വദേശിയായ മറ്റൊരു യുവതിയുടെ ആത്മഹത്യയിലും ജോസ് ഫ്രാങ്ക്ലിന് പങ്കുണ്ടെന്നാണ് സൂചനകൾ. ജോസ് ഫ്രാങ്ക്ലിന് അവയവ മാഫിയയുമായും ബന്ധമുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ഈ യുവതിയുടെ വൃക്ക ജോസ് ഫ്രാങ്ക്ലിൻ എറണാകുളത്തെ ഒരു ആശുപത്രിയിലെ രോഗിക്ക് വിറ്റു. ഇതുവഴി ലഭിച്ച പണം യുവതിക്ക് ജോസ് ഫ്രാങ്ക്ലിൻ കൈമാറിയില്ല. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ യുവതി രോഗിയായി മാറി. തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു. അന്ന് ബന്ധുക്കളുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കൂടാതെ കോൺഗ്രസ് DCCയും ജോസ് ഫ്രാങ്ക്ലിനെതിരെ MA വാഹിദ് ചെയർമാനും കൈമനം പ്രഭാകരൻ അംഗമായും അന്വേഷണ കമ്മീഷന് വച്ചു. അന്വേഷണ കമ്മീഷൻ ജോസിനെതിരെ ഗുരുതര കുറ്റങ്ങൾ കണ്ടെത്തി. ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നും റിപ്പോർട്ട് കൈമാറി. പക്ഷേ തലസ്ഥാനത്തെ ഒരു ഉന്നത കോൺഗ്രസ് നേതാവ് അന്നത്തെ KPCC അധ്യക്ഷനെ സ്വാധീനിച്ച് റിപ്പോർട്ട് പൂഴ്ത്തി. ജോസ് ഫ്രാങ്ക്ലിനെതിരെ നടപടിയെടുത്തില്ല. കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും DCC നേതാക്കളുടെ കൈവശമുണ്ട്. അതേസമയം സലിതകുമാരിയുടെ ആത്മഹത്യാ കേസിൽ ജോസ് ഫ്രാങ്ക്ലിൻ ഒളിവിലാണ്. ജോസിന് ഈ കേസിലും അതേ നേതാവ് സംരക്ഷണ കവചം ഒരുക്കുകയാണെന്നാണ് പാർട്ടിക്കുള്ളിലെ ആരോപണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.